എല്ലാവർക്കും നമസ്കാരം. ഞാൻ സാജൻ പാമ്പാടി. ഇന്നുള്ളത് ഹാൾട്ടൺ ഹാൾ ആൻഡ് ഗാർഡനിലാണ്. UK മഞ്ചസ്റ്ററിൽ നിന്നും ലിവർപൂളിൽ നിന്നും അരമണിക്കൂർ കൊണ്ട് ഓടിയെത്താവുന്ന ഒരു സ്ഥലമാണ് ഹാൾട്ടൺ ഗാർഡൻ അല്ലെങ്കിൽ ഹാൾട്ടൺ പാർക്ക്. 1900 ആണ്ടിൽ ഇവിടുത്തെ അന്നത്തെ ഭരണകർത്താവായിരുന്ന രാജാവ് പണി കഴിപ്പിച്ച ഒരു ഗാർഡനാണ്. തങ്ങളുടെ വിവാഹത്തിന് വേണ്ടി അതിഥികളെ സ്വീകരിക്കുവാനും പാർട്ടി നടത്തുവാനും വേണ്ടി പണിതെടുത്തതാണ് 6 ഏക്കറിൽ വിശാലമായ ഈ പാർക്ക്. പാർക്കിനോട് ചേർന്ന് തന്നെ ജലസമൃദ്ധിയും ബോട്ട് സർവീസും ഉണ്ട്. വാഹനങ്ങൾ സുലഭമായി എത്താവുന്നതും അവ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുന്നു. ഫീസ് ഒന്നും തന്നെ ഈ പാർക്കിലേക്ക് പ്രവേശനത്തിന് ഇല്ല. അതിവിശാലമായ ഈ പാർക്കിൽ ആയിരക്കണക്കിന് ടൂറിസ്റ്റുകളാണ് ഇന്നുണ്ടായിരുന്നത്. മാർഗനിർദ്ദേശങ്ങൾ അടങ്ങിയ മാപ്പും കഫേയും ടോയ്ലറ്റും ഒക്കെ കാണിക്കുന്ന സൈൻ ബോർഡും വിശാലമായ ഇരിപ്പിടങ്ങളും പുൽത്തകിടികളും ഒരുക്കിയിരിക്കുന്നു. കുട്ടികളെ കാണിക്കുന്നത് നിയമവിരുദ്ധമായതുകൊണ്ട് തന്നെ അവ കാണിക്കാതെ വിടുന്നു. നമ്മുടെ കൂടെയുള്ളവരുടെയോ സ്വന്തമായവരുടെയോ അല്ലെങ്കിൽ അനുവാദമുള്ളവരുടെയോ വീഡിയോ ചെയ്യുന്നതിന് കുഴപ്പമില്ല. വിശാലമായ സൂവിൽ മൃഗങ്ങളും പക്ഷികളും മയിലുകളും ഒക്കെ ഉള്ളതുകൊണ്ട് കുട്ടികൾക്ക് അത് വളരെ വിനോദവും കൗതുകവും നിറഞ്ഞതായിരിക്കും. അവയെ അടുത്തറിയുവാനും പരിചയപ്പെടുവാനും അവർക്ക് കൂടുതൽ സൗകര്യമാണ് ഈ പാർക്കിലുള്ളത്. നിരവധി ആടുകളും മയിലുകളും പ്രാവുകളും താറാവുകളും ഈ പാർക്കിലുണ്ട്. മയിലുകളുടെ വലിയ ഒരു കളക്ഷൻ തന്നെ ഉണ്ട്. ഞാൻ ഏതാണ്ട് 10-20 എണ്ണത്തിനെ കാണുകയുണ്ട്. താറാവുകളും അവയുടെ കുഞ്ഞുങ്ങളെയും കുട്ടികൾക്ക് അടുത്തറിയുന്നതിനുള്ള സൗകര്യം. പേടി കൂടാതെ കുട്ടികളെ ജീവിക്കാനാണ് UK പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹൈക്കിംഗ് ആക്ടിവിറ്റികളും ഇതുപോലെയുള്ള എക്സർസൈസുകളും അവരെ കൊണ്ട് പേടിയില്ലാതെ മാതാപിതാക്കൾ ചെയ്യിക്കുന്നു. അവരുടെ മാതാപിതാക്കൾ അവരെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്യാമെങ്കിൽ വേണ്ട, അരുത് എന്നുള്ള വാക്കുകൾ നമുക്ക് കേൾക്കേണ്ടി വരും. ഇവിടെ അതങ്ങനെയല്ല. ഈ കുട്ടി ഒരു പ്രതലത്തിൽ നിന്ന് മറ്റൊരു പ്രതലത്തിലേക്ക് മാറുന്നത് കണ്ടു നോക്കും. അവർക്ക് അത് പേടിയുമില്ല. പിന്നെ രണ്ടാമത് സേഫ്റ്റി അവർക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ സേഫ്റ്റിക്കുള്ള യാതൊരുവിധ നിയന്ത്രണവും ഇല്ലാതെയാണല്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അപകടങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്നു. ഇവിടെ അവർക്ക് അവരുടെ സേഫ്റ്റി ഹാങ്ങർ കൊടുത്തിട്ടുണ്ട്. കുട്ടികൾ ഒരു പേടിയുമില്ലാതെ ഇങ്ങനെയുള്ള ആക്ടിവിറ്റികൾ ചെയ്യുകയും അവരുടെ വളർച്ചയ്ക്ക് അത് മാനസികമായി സന്തോഷം കൊടുക്കുകയും ചെയ്യും. പാർക്കിനോട് ചേർന്ന് തന്നെ പ്രായമുള്ളവർക്കും യുവാക്കന്മാർക്കും ഒരുപോലെ സന്തോഷിപ്പാൻ ഗോൾഫ് ക്ലബ്ബുമുണ്ട്. അവിടെ നിരവധി കളിക്കാരാണ് രാവിലെയും വൈകുന്നേരവും എത്തുന്നത്. ഉച്ച സമയമായതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ വളരെ കുറവാണ് ആൾക്കാർ. ചുരുക്കം ചിലരെ അവിടെ കാണാൻ സാധിക്കും. അവരുടെ മുഖം അടുത്ത് കാണിക്കാത്തത് അവരുടെ പെർമിഷൻ. ഇതിനോട് ചേർന്നുള്ള കരകൗശല കടയുമുണ്ട്. അവിടുന്ന് ആവശ്യത്തിനുള്ള ചെറിയ വസ്തുക്കൾ. ഹാൾട്ടൺ ഹെറിറ്റേജ് സൈറ്റിലെ ചില കരകൗശല വസ്തുക്കളാണ് കാണിക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന തന്നെയാണ്. എന്നാൽ ഷേപ്പുകളും അവിടെ ഡിസൈനും ഒക്കെ വ്യത്യാസമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കരകൗശലങ്ങളാണ് ഇവിടെ വെച്ചിരിക്കുന്നത്.
ഇവിടുത്തെ ഒരു കലാപരിപാടിയാണ്. ചെറിയ ചെറിയ കരകൗശലങ്ങളൊക്കെ ഉണ്ടാക്കി വയ്ക്കുന്നു. തുണികളുണ്ട്. ഹെറിറ്റേജ് സൈറ്റിൻ്റെ അകത്ത് തന്നെയുള്ള ഈ കഫേയിൽ അത്യാവശ്യം വേണ്ട ലഘുഭക്ഷണങ്ങൾ ലഭിക്കുന്നതാണ്. പാനീയങ്ങളും ഇവിടെ ലഭ്യമാണ്. പാർക്കിൻ്റെ തൊട്ടു മുന്നിലായി പോകുന്ന പുഴയിൽ ബോട്ട് സർവീസിനുള്ള സൗകര്യവും ഉണ്ട്. പാർക്കിൻ്റെ ഉള്ളിൽ കൂടി തന്നെ റൈറ്റ് സൈഡിലേക്ക് പോയി റൈറ്റ്സ് കോർണറിലാണ് ബോട്ട് സർവീസിനുള്ള ടിക്കറ്റും അതിൻ്റെ ബുക്കിംഗ് സൗകര്യങ്ങളും ഉള്ളത്. പച്ചപ്പ് നിറഞ്ഞ ആ നദിയിലൂടെ മണിക്കൂറുകൾ യാത്ര ചെയ്യുവാൻ സാധിക്കും. വിശാലമായ ബോട്ട് സർവീസ് ഇവിടെയുണ്ട്. അതിലൊന്നാണ് ഇപ്പോൾ നാം ഈ കാണിക്കുന്നത്. നമ്മുടെ നാട്ടിലെ കുട്ടനാടൻ വള്ളങ്ങൾ പോലെ, എന്നാൽ അതിൻ്റെ രൂപഭംഗിക്ക് മാത്രം മാറ്റമുണ്ടോ എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതുപോലെയുള്ള വീഡിയോകൾ ഇഷ്ടമായെങ്കിൽ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കമൻറ്റുകളും നിർദ്ദേശങ്ങളും നമുക്ക് വിലപ്പെട്ടതാണ്. ഏതെങ്കിലും രീതിയിൽ കൂടുതൽ ഇമ്പ്രൂവ്മെൻ്റ് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ആലപ്പുഴയിലെ ടൂറിസം പോലെ ഒരു ടൂറിസം പദ്ധതിയാണിത്. കോൺടാക്ട് നമ്പർ, പിന്നെ ചിലത് പ്രൈവറ്റ് ആണ്. ഇമെയിൽ അഡ്രസ്സും അല്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ. താങ്ക് യു ഫോർ വാച്ചിങ്. There's a map on there if you want to know where to go. ഈ ജലാശയത്തിൽ കൂടെ ഒരു ബോട്ട് വരുന്നുണ്ട്. അത് എടുക്കാൻ വേണ്ടിയാണ് ഇവിടെ നിൽക്കുന്നത്. ടൂറിസ്റ്റ് സഞ്ചാരികളൊക്കെ ഇങ്ങനെ കൊണ്ടു നടക്കുന്ന ബോട്ടുകളുണ്ട് ഇവിടെ. നമ്മുടെ നാട്ടിൽ കുട്ടനാട്ടിലും ആലപ്പുഴയിലൊക്കെ ഉള്ള പോലെ തന്നെ. ഇതാ ബോട്ട് ഇതാ എത്തിക്കഴിഞ്ഞു. നമ്മുടെ കുട്ടനാട്ടിലെ ബോട്ട് പോലെ തന്നെയാണ്. ടൂറിസ്റ്റുകൾക്ക് ഇരിക്കാനുള്ള സീറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അവർക്കൊന്ന് ഹായ്. മുഴുവൻ പച്ചപ്പാണ്. ഇവിടെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട്. വീടുകളൊക്കെ കാണാൻ പറ്റും. നല്ല ഷൂട്ടിങ്ങിനൊക്കെ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. ആർക്കെങ്കിലും പിക്ചറൊക്കെ പിടിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ നല്ല രസകരമായ പിക്ചർ പിടിക്കാൻ പറ്റും.